ഹലോ എവ്രി വൺ. എങ്ങനെ ഒരു ക്യാരക്ടർ സ്കെച്ച് ഈസി ആയിട്ട് എഴുതാമെന്ന് നോക്കിയാലോ? ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്കൊരു ക്യാരക്ടർ സ്കെച്ച് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ അത് എഴുതാനുള്ള ഈസി ഫോർമുലയും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയാലോ? സോ ക്യാരക്ടർ സ്കെച്ച് ഇൻ ഈസി സ്റ്റെപ്സ്. ഹൗ ടു റൈറ്റ് എ ക്യാരക്ടർ സ്കെച്ച്, ഇതിനുള്ള ഒരു ഫോർമുലയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്, ദെൻ അപ്പിയറൻസിനെ കുറിച്ച് പറയുക, ദെൻ പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയുക, ദെൻ ആക്ഷൻസിനെ കുറിച്ച് പറയുക, സ്പീച്ച്, തോട്ട്സ്, ദെൻ റിലേഷൻ. ഇതെല്ലാം ആ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഓർഡറിൽ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ എ പെർഫെക്റ്റ് ക്യാരക്ടർ സ്കെച്ച് വിൽ ബി ഇൻ യുവർ പേപ്പർ. First, introduction plus appearance plus personality plus actions plus speech plus relations is equal to character sketch. This is the formula for easy character sketching in English. Okay, so what is introduction? Start with basics. ആദ്യം എഴുതേണ്ടത് what is the name of the character, in which story it is appearing. എന്താണ് ആ ക്യാരക്ടറിന്റെ പേര്, ഏത് സ്റ്റോറിയിലാണ് അത് അപ്പിയർ ചെയ്യുന്നത്, ആരാണ് അതിന്റെ എഴുത്തുകാരൻ, who is the writer. അത് പോയം ആയിക്കോട്ടെ സ്റ്റോറി ആയിക്കോട്ടെ, ക്യാരക്ടറിന്റെ പേര്, അത് അപ്പിയർ ചെയ്യുന്ന സ്റ്റോറി, ആരാണ് അത് എഴുതിയിട്ടുള്ളത്. ഇതാണ് ബേസിക്സ്, ഇതാണ് ഇൻട്രൊഡക്ഷൻ. ഇതാണ് നിങ്ങൾ ആദ്യം എഴുതേണ്ട ഒരു സെന്റൻസ് എന്ന് പറയുന്നത്. ക്യാരക്ടർ സ്കെച്ചിലെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ, ദ ബേസിക്സ് ഓഫ് ദ ക്യാരക്ടർ. Then introduce the character. Who is the character? നേരത്തെ നമ്മൾ പറഞ്ഞു നെയിം ഓഫ് ദ ക്യാരക്ടർ പറയുന്ന കൂട്ടത്തിൽ തന്നെ അവരുടെ റോൾ എന്താണ് ഈ സ്റ്റോറിയിലുള്ളത്. അവർക്ക് മെയിൻ ക്യാരക്ടർ ആണോ, അതോ സപ്പോർട്ടിംഗ് ക്യാരക്ടർ ആണോ, അതോ ജസ്റ്റ് സിംബോളിക് ഫിഗർ ആണോ എന്നത് നമ്മൾ അവിടെ ഡിസ്ക്രൈബ് ചെയ്യണം. ഓക്കെ, സോ റോൾ ഇൻ ദ സ്റ്റോറി, പേരിൻ്റെ കൂടെ അവർ മെയിൻ ക്യാരക്ടർ ആണോ, സപ്പോർട്ടിംഗ് ക്യാരക്ടർ ആണോ, അതോ സിംബോളിക് ക്യാരക്ടർ ആണോ, സിംബോളിക് ഫിഗർ ആയിട്ട് വരുന്നതാണോ എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ക്യാരക്ടർ സ്കെച്ച് ഇസ് ഓവർ. റിലേഷൻ, അതിൻ്റെ കൂടെ തന്നെ അതിലുള്ള മറ്റ് ക്യാരക്ടേഴ്സിൻ്റെ ക്ലോസ് ആയിട്ടുള്ള എന്തെങ്കിലും റിലേഷൻ ഉണ്ടെങ്കിൽ അതും കൂടി പറയുക. സോ റോൾ പറയുന്ന കൂട്ടത്തിൽ തന്നെ ആ റിലേഷൻ അവിടെ വരും. സോ ഹാഫ് എ ഡേ എന്ന ക്യാരക്ടർ എന്ന സ്റ്റോറിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നെറേറ്റർ ഇസ് എ യങ് ബോയ് ഹു റെപ്രസെൻറ്റ്, അവർക്ക് അതിലൊരു പ്രത്യേക മെയിൻ ക്യാരക്ടറാണ്. അവർ പ്രത്യേകിച്ച് മറ്റൊരാളുമായിട്ട് റിലേഷൻ അതിൽ കുറിച്ച് പറയുന്നില്ല. ഫാദറിനെ പറയുന്നുണ്ടെങ്കിലും എക്സ്പെഷ്യലി ആയിട്ടൊരു പ്രത്യേക റിലേഷനെ പറ്റി പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് യങ് ബോയ് ആണ് എന്നത് വെച്ചിട്ട് അവരുടെ റോൾ, മെയിൻ ക്യാരക്ടർ ഒരു യങ് ബോയ് ആണ് എന്ന് പറഞ്ഞു വെക്കുന്നതോടുകൂടി ക്യാരക്ടർ സ്കെച്ചിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. രണ്ടാമത്തത് അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് പറയുക. ആ ക്യാരക്ടറിനെ എങ്ങനെയാണ് ആ സ്റ്റോറിയിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്, അവരുടെ ഫിസിക്, അവരുടെ ബോഡി സ്ട്രക്ചർ എങ്ങനെയാണ് എന്നത് പറയലാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അവരുടെ ഏജ്, അവരുടെ ക്ലോത്ത്, അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ ബോഡി സ്ട്രക്ചർ, അവരുടെ സ്റ്റൈൽ പറയുന്നതാണ് ഫിസിക്കൽ അപ്പിയറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൗ ഡസ് ദ ക്യാരക്ടർ ലുക്ക്? നമ്മുടെ ഹാഫ് എ ഡേയിലാണെങ്കിൽ ഇറ്റ് ഈസ് എ യങ് ബോയ്, അല്ല വേറെ ഏതെങ്കിലും സ്റ്റോറിയിലാണെങ്കിൽ ഓൾഡ് വുമൺ ആണ്, ഓൾഡ് വുമൺ, എ സ്മോൾ ബോയ്, ഏജ്ഡ് മാൻ, എ യങ് മാൻ. അവരുടെ ഏജിനെ പറയുന്ന, ഇപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടൊരു ഏജ് പറയുന്നുണ്ട്, 40 year old മാൻ എന്നാണെങ്കിൽ അത് നമ്മൾ പറയുക. ദെൻ അവരുടെ ക്ലോതിങ് സ്റ്റൈലിനെ കുറിച്ച് ആ സ്റ്റോറിയിൽ എവിടെയെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ ക്യാരക്ടർ സ്കെച്ചിൽ ആഡ് ചെയ്തേ മതിയാവൂ. നീറ്റ്, സിമ്പിൾ, ട്രഡീഷണൽ, മോഡേൺ എന്തുമാവാം, അത് നമ്മൾ അതിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കണം, എക്സ്പ്ലെയിൻ ചെയ്യല മെൻഷൻ ചെയ്തിരിക്കണം. ദെൻ ഫേഷ്യൽ എക്സ്പ്രഷനെ കുറിച്ച്, അയാളുടെ ഒരു എക്സ്പ്രഷൻ, ഫുൾ ടൈം അയാളുടെ എക്സ്പ്രഷൻ എന്ന സ്റ്റോറിയിൽ ത്രൂ ഔട്ട് അയാളുടെ സ്വഭാവത്തെക്കുറിച്ച്, അയാളുടെ മുഖത്തുള്ള എക്സ്പ്രഷനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അയാൾ ചിയർഫുൾ ആണ്, അല്ലെങ്കിൽ റിങ്കിൾഡ് ആണ്, അല്ലെങ്കിൽ അയാൾ സാഡ് ആണ്, അയാൾ സീരിയസ് ആണ്, എന്താണ് ആ ക്യാരക്ടർ, അയാളുടെ എക്സ്പ്രഷൻ എന്താണ് ആ സ്റ്റോറിയിൽ എന്ന് എവിടെയെങ്കിലും സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മെൻഷൻ ചെയ്തേ പറ്റൂ. ദെൻ അയാളുടെ ബോഡി ബിൽഡ്, അയാൾ ടോൾ ആണ്, ഷോർട്ട് ആണ്, ഫാറ്റ് ആണ്, ലീൻ ആണ്, ദെൻ സ്ട്രോങ് ആണ്, വീക്ക് ആണ്, എങ്ങനെയാണെന്ന് വെച്ചാൽ അതും പറയുക. സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ടോ, ഗ്ലാസസ് യൂസ് ചെയ്യുന്ന ആളാണ്, കേളി ഹെയർ ആണ്, സ്പെഷ്യലായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്ന സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ക്യാരക്ടറിസ്റ്റിക്സ് അയാളുടെ ഫിസിക്കിനുണ്ടെങ്കിൽ, അയാളുടെ ബോഡിക്കുണ്ടെങ്കിൽ അത് നമ്മൾ മെൻഷൻ ചെയ്യണം. സോ ഫസ്റ്റ് നമ്മൾ ആ ക്യാരക്ടർ എവിടെ അപ്പിയർ ചെയ്യുന്നു, അയാൾ എന്ത് റോളാണ് അയാൾക്കുള്ളത്, സ്റ്റോറി ആരാണ്
ആരാണ് എഴുതിയത് എന്ന് മെൻഷൻ ചെയ്തതിന് ശേഷം നമ്മൾ ഫിസിക്കൽ അപ്പിയറൻസ് പറയുന്നു. എന്നിട്ട് നമ്മൾ നേരെ പോകുന്നു പേഴ്സണാലിറ്റി ട്രേറ്റ്സിലേക്ക്. ക്യാരക്ടറിനെ നമ്മൾ വരച്ചെടുക്കുകയാണ്, വേർഡ്സ് കൊണ്ട് വരയ്ക്കുകയാണ്. സോ നമ്മൾ അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിന് ശേഷം അവരുടെ സ്വഭാവ സവിശേഷതകൾ നമ്മൾ പറയുന്ന ക്വാളിറ്റീസ്, പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, ഇന്നർ ക്വാളിറ്റീസ്, അയാളുടെ ഇന്നറായിട്ട് എന്തെങ്കിലും ക്വാളിറ്റീസ്, അയാൾക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ക്വാളിറ്റീസ് ആ സ്റ്റോറിയിൽ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ? ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല, ബട്ട് സെൻറ്റൻസിലൂടെ കഥ വായിക്കുമ്പോൾ നമ്മൾക്ക് അയാളൊരു കൈൻഡ് ആളാണ്, അല്ലെങ്കിൽ ഭയങ്കര റൂഡായിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ ഭയങ്കര സെൽഫിഷ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ള ആളാണ് എങ്കിൽ അത് നമ്മൾ മെൻഷൻ ചെയ്യുക. അയാളുടെ പേഴ്സണാലിറ്റിയെ കുറിച്ച് നമ്മൾ പറയുക. ഷോ ദ ട്രേറ്റ്സ് വിത്ത് അഡ്ജക്റ്റീവ്സ് ആൻഡ് പ്രൂഫ് ഫ്രം ദ ടെക്സ്റ്റ്. നമ്മൾ ഫിസിക്കൽ അപ്പിയറൻസിനെ പറയുമ്പോൾ നമ്മൾ പ്രൂഫ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ബട്ട് സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിന് ടെക്സ്റ്റിൽ നിന്നുള്ള ഒരു പ്രൂഫ് കൂടി വെച്ചാൽ ദ ക്യാരക്ടർ സ്കെച്ച് വിൽ ബി പെർഫെക്റ്റ്. സോ അയാൾ ക്യൂരിയസ് ആണ്, അയാൾ ഇന്നസെൻ്റ് ആണ്. ഞാൻ എടുത്തിട്ടുള്ള എക്സാമ്പിൾ മുഴുവൻ ഹാഫ് എ ഡേ എന്ന ചാപ്റ്ററിൽ നിന്നാണ്. കാരണം അത് ഓൾറെഡി പഠിച്ച ചാപ്റ്റർ ആയതുകൊണ്ട് ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു കണക്ട്. നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് ഞാൻ ആ ചാപ്റ്റർ പ്രിഫർ ചെയ്തു. ഓക്കെ, സോ വണ്ടേഴ്സ് വൈ ഹി മസ്റ്റ് ഗോ ടു സ്കൂൾ. ആ ക്യൂരിയോസിറ്റി, കുട്ടിയുടെ ക്യൂരിയോസിറ്റി നമ്മൾ എവിടെയും ഇങ്ങനൊരു സെൻറ്റൻസ് പറഞ്ഞിട്ടില്ല, പക്ഷേ നമ്മൾ ആ സ്റ്റോറി വായിക്കുന്ന സമയത്ത് നമുക്കത് ഈസിലി മനസ്സിലാക്കാൻ പറ്റും. ഹോപ്പ്ഫുൾ ആണ്, സ്റ്റാർട്ട് എൻജോയിങ് ദ സ്കൂൾ, പിന്നീട് എൻജോയ് ചെയ്യുന്നു. ദെൻ റിയലൈസസ് ദാറ്റ് ലൈഫ് ഇസ് ലൈക്ക് ദിസ് ആൻഡ് ലൈഫ് ഇസ് ഫുൾ ഓഫ് ജോയ്സ്, ഇൻസിഡൻറ്റ്സ്, ട്വിസ്റ്റ് ആൻഡ് ടേൺസ് എന്നൊക്കെ പറയുന്നു. അയാളുടെ പേഴ്സണാലിറ്റി, അയാളുടെ തോട്ട്സിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നു. നാലാമത്തതായിട്ട് അയാളുടെ ബിഹേവിയർ ഓർ ആക്ഷനെ പറ്റി, അയാൾക്ക് പ്രത്യേകതരമായിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേക സിറ്റുവേഷനിൽ അയാൾ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് പറയുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. വാട്ട് ഡസ് ദ ക്യാരക്ടർ ഡു ഇൻ ദ സ്റ്റോറി. ആ കഥയിൽ ഉടനീളം അയാൾ എങ്ങനെ പെരുമാറുന്നു, എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നു, ഒരു സിറ്റുവേഷനോട് അയാൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു. ഡെയിലി ഹാബിറ്റ്സ്, ഇമ്പോർട്ടൻ്റ് ആക്ഷൻസ് ആൻഡ് ഡെസിഷൻസ്, ഇതൊക്കെയാണ് അതിൽ ഉൾപ്പെടേണ്ടത്. ഹാഫ് എ ഡേ നോക്കുകയാണെങ്കിൽ walks to school reluctantly with his father, then plays, studies, daily things, important actions, learning, responsibility, cooperation and discipline. Then at the end he realizes how quickly the life passes. So എന്താണ് ബിഹേവിയർ ഓർ ആക്ഷൻസ്? നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് സ്പീച്ച് ഓർ തോട്ട്. അയാൾക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും വിശ്വാസമുള്ള ആളാണ്, എന്തെങ്കിലും ഫിലോസഫി കൊണ്ട് നടക്കുന്ന ആളാണ് എങ്കിൽ നമ്മളത് മെൻഷൻ ചെയ്യണം. അയാൾക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു തോട്ട് ഉള്ള ആളാണ്, അയാൾ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന ആളാണ് എങ്കിൽ നമ്മൾ അത് മെൻഷൻ ചെയ്യണം. വാട്ട് ഡു ദേ സേ ഓർ തിങ്ക്? ഡസ് ഇറ്റ് ഷോ വിസ്ഡം, ഹ്യൂമർ, കൈൻഡ്നസ് ഓർ ആങ്കർ? അയാളുടെ തോട്ട്, അയാളുടെ ക്യാരക്ടറിനെ കുറിച്ച് എന്താണ് പറയുന്നത് എന്നത് നമ്മൾ എഴുതണം. അറ്റ് ഫസ്റ്റ് ഹി തിങ്സ് വൈ ഷുഡ് ഐ ഗോ ടു സ്കൂൾ ഇഫ് ഐ ഹാവ് ടു വർക്ക് ഓൾ മൈ ലൈഫ്, ഷോസ് ഇന്നസെൻസ്. ലേറ്റർ ഹി റിഫ്ലെക്ട്സ് ഡീപ്ലി. അങ്ങനെയുള്ള ഇങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ട് നമ്മൾ അത് എഴുതണം. എപ്പോഴും നമ്മൾ കഥയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു എക്സാമ്പിൾ, എന്തെങ്കിലും ഒരു സംഭവമോ എന്തെങ്കിലും ഒരു ഡയലോഗോ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുമ്പോഴാണ് ക്യാരക്ടർ സ്കെച്ച് എപ്പോഴും പെർഫെക്റ്റ് ആവുക. ലാസ്റ്റ്, റിലേഷൻ വിത്ത് അതേഴ്സ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്യാരക്ടറിനെ കുറിച്ച് പറയുമ്പോൾ അയാൾക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം കൂടി പറയണം. എങ്ങനെയാണ് അയാൾ ബന്ധങ്ങൾ കൊണ്ട് നടക്കുന്നത്? നല്ല രീതിയിലാണോ അല്ല അയാൾ ഉടക്ക് മൂഡിലാണോ? റിലേഷൻസ് വിത്ത് അതേഴ്സ്. ഹൗ ഡു ദേ ട്രീറ്റ് ഫാമിലി, ഫ്രണ്ട്സ്, സൊസൈറ്റി ആൻഡ് ആനിമൽസ്? ഹൗ ഡു അതേഴ്സ് ട്രീറ്റ് ദം? ഇങ്ങോട്ടും ആളുകൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്? അങ്ങോട്ടുള്ള ബിഹേവിയർ മാത്രമല്ല, അയാളോട് സൊസൈറ്റി ഇങ്ങോട്ടും, അല്ലെങ്കിൽ അയാളോട് ഫാമിലി ഇങ്ങോട്ടും ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് കൂടി പറയുക. വിത്ത് ഫാദർ ഹി ഈസ് വെരി റെസ്പെക്ട്ഫുൾ, ഗൈഡഡ് ബൈ ഹിസ് വിസ്ഡം. വിത്ത് ടീച്ചേഴ്സ് ലേൺസ് ഡിസിപ്ലിൻ. വിത്ത് ക്ലാസ്മേറ്റ്സ് ഷെയർസ് ആൻഡ് സോഷ്യൽ റൂൾസ് ഹി ലേൺസ്. ഓക്കെ,
ലാസ്റ്റായിട്ട് നമ്മൾ ക്യാരക്ടർ സ്കെച്ച് എൻഡ് ചെയ്യേണ്ടത് കൺക്ലൂഷൻ, നമ്മളുടെ ഇംപ്രഷൻ, നമുക്ക് ആ ക്യാരക്ടറിനെ കുറിച്ച് എന്ത് ഇംപ്രഷനാണോ ഉള്ളത് അതാണ് നമ്മൾ ലാസ്റ്റ് ലൈനായിട്ട് കൺക്ലൂഷനായിട്ട് പറയേണ്ടത്. എൻഡ് വിത്ത് ദ ഇംപ്രഷൻ വാട്ട് ദ ക്യാരക്ടർ ലീവ്സ് ഓൺ ദ റീഡർ. ആസ് എ റീഡർ, നമ്മൾ ഒരു റീഡറാണ്. സോ നമ്മൾക്ക് ഉള്ള ഇംപ്രഷൻ അല്ലെങ്കിൽ ജനറൽ ആയിട്ട് റീഡേഴ്സിന് ഈ ക്യാരക്ടറിനെ കുറിച്ച് എന്തായിരിക്കും ഇംപ്രഷൻ ഉണ്ടായിട്ടുണ്ടാവുക എന്നത് ഒറ്റ സെൻറ്റൻസിൽ എഴുതുന്നതോടുകൂടി ക്യാരക്ടർ sketch is complete. The narrator represent every human being's journey from childhood to old age. നമ്മുടെ ഹാഫ് എ ഡേയിൽ യങ് ബോയുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ യു ക്യാൻ എൻഡ് ദ ക്യാരക്ടർ സ്കെച്ച് യൂസിങ് ദിസ് സെൻറ്റൻസ്. ത്രൂ ഹിസ് ഐസ് വി സീ ദാറ്റ് ലൈഫ് ഇസ് ഷോർട്ട് ബട്ട് ഫുൾ ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത്. സോ ലാസ്റ്റായിട്ട് ഈ വീഡിയോ എൻഡ് ചെയ്യുന്നത് എക്സാമിന് നിങ്ങൾക്ക് സൂപ്പർ ഷോർട്ടായിട്ട് കയ്യിൽ വെക്കാൻ പറ്റുന്ന ഫോർമുലയുമായിട്ടാണ്. ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ കയ്യിൽ സൂക്ഷിക്കേണ്ട സൂപ്പർ ഷോർട്ട് ഫോർമുല: ഇൻട്രോ, traits, examples, conclusion, then you will get full marks in your character sketch. ആദ്യം introduction, then traits എന്ന് പറയുമ്പോൾ physical trait, personality trait, actions, thoughts, relation with others. അതിൻ്റെ കൂടെ എക്സാമ്പിൾസ് കൂടി എഴുതുക. ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് റീഡേഴ്സിൻ്റെ ഉള്ളിലുള്ള ഇംപ്രഷൻ കൂടി എഴുതി കഴിഞ്ഞാൽ ക്യാരക്ടർ സ്കെച്ചിൻ്റെ ഫുൾ മാർക്ക് വിൽ ബി ഇൻ യുവർ പോക്കറ്റ്സ്. ഓക്കെ, താങ്ക് യു.